നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ അത്ര നിസ്സാരമായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. പാകിസ്ഥാന് നഷ്ടമായത് 6 യുദ്ധവിമാനങ്ങൾ. എന്നാൽ ഇന്ത്യയിലുള്ള നേതാക്കളോട് ഇക്കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയാതെ കുഴയുകയാണ് കേന്ദ്ര ഭരണകൂടം. രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ചോദിക്കുന്നു. ആ ചോദ്യങ്ങളുടെ അർത്ഥം തിരഞ്ഞാൽ നമുക്ക് പോലും ആകെ പരിഹാസം തോന്നും. പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യക്ക് എത്ര വെടിയുണ്ടകൾ നഷ്ടമായി എന്ന തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ചില ചോദ്യങ്ങൾ. രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ താരം. പാക് മാധ്യമങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയെ ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന ചോദ്യമുയർത്തിയത് പാക് പ്രധാനമന്ത്രിയല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അതാണ് സർക്കാരിന് കൂടുതൽ തലവേദനകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ നമ്മുടെ സൈന്യം എറിഞ്ഞുടച്ചു എന്ന് വ്യക്തമാക്കുന്ന എത്രയെത്ര ഉപഗ്രഹ ചിത്രങ്ങൾ, അവയൊക്കെ ഓരോ ദിവസവും കൂടുതൽ അനാവൃതമാകുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വീണ്ടും തട്ടിവിട്ടു. പാകിസ്ഥാനെതിരായ വെടിനിർത്തലിന് ഇന്ത്യ തയ്യാറായത് അമേരിക്കയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഭോപ്പാലിൽ കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ച സംഘതൻ സൃജൻ അഭിയാൻ പരിപാടിയുടെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. ട്രംപ് ഒരു ചെറിയ സൂചന നൽകി മോദിക്ക്. അദ്ദേഹം ഫോണെടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോദിജി താങ്കൾ എന്താണ് ചെയ്യുന്നത്? നരേന്ദ്ര കീഴടങ്ങൂ. മറുപടിയായി ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ട്രംപ് നൽകിയ സൂചന അനുസരിച്ചു. ട്വിറ്ററിൽ കുറച്ച് വിശദമാക്കി രാഹുൽ ഗാന്ധി മറ്റൊരു പോസ്റ്റുമിട്ടു. 1971 യുദ്ധസമയത്ത് ഇന്ദിരാഗാന്ധി എടുത്ത തീരുമാനങ്ങളെ ഉയർത്തിക്കാട്ടിയുള്ള പരിഹാസം. ഇത്തരം ഫോൺ കോളുകൾ ഇല്ലാതിരുന്ന ഒരു യുദ്ധകാലത്തെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 1971 യുദ്ധത്തിൻ്റെ സമയത്ത് ആയുധങ്ങൾ വന്നു, വിമാനവാഹിനികൾ വന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും. അതാണ് വ്യത്യാസം, അതാണ് വ്യക്തിത്വം. സ്വാതന്ത്ര്യ സമരകാലം മുതലേ BJP-ക്കാർ ഇങ്ങനെയാണ്. കീഴടങ്ങൽ, കത്തുകൾ എഴുതലാണ് അവരുടെ രീതി. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. മറിച്ച് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ അവരൊന്നും കീഴടങ്ങുന്നവർ ആയിരുന്നില്ല. അവരെല്ലാം ഇത്തരം ശക്തികൾക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നവരായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി BJP വക്താവ് തുഹീൻ സിൻഹ രംഗത്തെത്തി. രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ ഇന്റർ സർവീസ് ഇന്റലിജൻസിനെയാണ് പ്രതിദാനം ചെയ്യുന്നതെന്നാണ് BJP-യുടെ പ്രതികരണം. താൽക്കാലിക നഷ്ടങ്ങൾ പ്രൊഫഷണൽ സൈന്യത്തെ ബാധിക്കില്ല എന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ വീണ്ടും പറഞ്ഞു. അത്തരം തിരിച്ചടികൾക്ക് പ്രാധാന്യമില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചു. പൂനെയിലെ സാവിത്രിഭായ് ഫുലെ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പ്രഭാഷണത്തിനിടയിലാണ് അദ്ദേഹം സുപ്രധാനമായ മറ്റു പല കാര്യങ്ങളും പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നൽകിയ സൈനിക തിരിച്ചടിക്ക് പിന്നാലെ സേനയ്ക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് ജനറൽ അനിൽ ചൗഹാന്റെ വ്യക്തമായ മറുപടി. ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിക്കണമെങ്കിൽ എത്ര വിക്കറ്റുകൾ വീണു, എത്ര റൺസ് എടുത്തു, എത്ര പന്തുകൾ നേരിട്ടു, എത്ര കളിക്കാർ ഔട്ടായി എന്നതിൽ കാര്യമില്ല. അവസാനത്തെ ഫലത്തിലാണ് പ്രാധാന്യം. എത്ര വിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടു, എത്ര റഡാറുകൾ തകർത്തു, അത്തരം വിവരം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ കഴിയും. പക്ഷെ നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അത്ര ശരിയല്ല. കഴിഞ്ഞയാഴ്ച സിംഗപ്പൂരിൽ നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യക്ക് ചില തിരിച്ചടികൾ നേരിട്ടുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് പിന്നീട് രാഹുൽ ഗാന്ധി തുടർച്ചയായി കേന്ദ്ര ഭരണകൂടത്തെ പരിഹസിച്ചത്. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന അഭ്യൂഹങ്ങൾ തുടർന്നതിനെ തുടർന്നാണ് വിഷയത്തിൽ കൂടുതൽ പ്രതികരണവുമായി അദ്ദേഹം രംഗത്ത് വന്നത്. റഫാൽ യുദ്ധവിമാനങ്ങളോ മറ്റേതെങ്കിലും യുദ്ധവിമാനങ്ങളോ പാകിസ്ഥാൻ വെടിവെച്ചിട്ടതായുള്ള എല്ലാ വാർത്തകളും നേരത്തെ ഇന്ത്യ നിഷേധിച്ചിരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ സേനാ മേധാവി പറഞ്ഞതുപോലെ ഒരു യുദ്ധത്തിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ സ്വാഭാവികമാണ്. വലിയ ശണ്ട കൂടുമ്പോൾ ചെറിയ നുള്ളുകളും പിച്ചിലും മാന്തലുമൊക്കെ സ്വാഭാവികമാണല്ലോ. എന്നാൽ എതിരാളിയെ അടിച്ച് നിലത്തിട്ടത് ആര് എന്ന ചോദ്യമല്ലേ പ്രധാനം. മറുവശത്ത് കല്ലെറിയാതെ എങ്ങനെ മാങ്ങ വീഴും? ചില കല്ലുകൾ നിലത്തേക്ക് പതിക്കും. രാഹുൽ ഗാന്ധിക്ക് ഒരു ANA റിപ്പോർട്ട് വായിച്ചു നോക്കാവുന്നതാണ്. ഇന്നലെ പുറത്തുവന്ന വിശദമായ ANA-യുടെ റിപ്പോർട്ട്. ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന് നൽകിയത് വൻ തിരിച്ചടിയെന്ന് ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്ന വിശദമായ ഒരു റിപ്പോർട്ട്. ഇന്ത്യൻ വ്യോമസേന വിക്ഷേപിച്ച ക്രൂയിസ് മിസൈലുകൾ, ഉപരിതല മിസൈലുകൾ എന്നിവയാണ് പാക് വ്യോമസേനയെ നിഷ്പ്രഭമാക്കിയത് എന്നീ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ ആക്രമണത്തിൽ 6 പാക് എയർഫോഴ്സ് യുദ്ധവിമാനങ്ങൾ, 2 ഹൈവാല്യൂ വിമാനങ്ങൾ, 10-ലധികം അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ, ഒരു C-130 ട്രാൻസ്പോർട്ട് വിമാനം എന്നിവ
തകർക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാൻ വ്യോമസേനയുടെ 6 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെയാണ് ഇന്ത്യ തകർത്തത്. 4 ദിവസം നീണ്ടുനിന്ന പോരാട്ടത്തിനിടയിൽ എയർ ടു സർഫേസ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ബൊളാരി വ്യോമതാവളത്തിൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ ഒരു സ്വീഡിഷ് നിർമ്മിത AWC വിമാനം കൂടി പാകിസ്ഥാന് നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണം നടന്ന മറ്റു മേഖലകളിൽ യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ എത്രയെണ്ണം തകർക്കപ്പെട്ടു എന്ന കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല എന്ന് സൈനിക വൃത്തങ്ങൾ പറയുന്നു. എങ്കിലും പാക് വ്യോമസേന കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ അവർ നേരിട്ടത് സമാനതകളില്ലാത്ത തകർച്ചയാണ്. പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ വ്യോമസേന റഡാറുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആക്രമണം നടന്നതിന് പിന്നാലെ ഇവ അപ്രത്യക്ഷമായി എന്ന് ഇന്ത്യ സ്ഥിരീകരിക്കുന്നു. വ്യോമസേന മിസൈൽ സംവിധാനങ്ങളാണ് അവയെ തകർത്തെറിഞ്ഞത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിലൊന്നിൽ പാകിസ്ഥാന്റെ വ്യോമസേനയ്ക്ക് ഒരു C-130 ട്രാൻസ്പോർട്ട് വിമാനം നഷ്ടപ്പെട്ടു. പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ വ്യോമസേന ആകാശത്ത് നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. റഫാൽ സുഖോയ് 30 ജെറ്റുകൾ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. സംഘർഷത്തിനിടയിൽ ശേഖരിച്ച വലിയ അളവിലുള്ള ഡേറ്റയുടെ വിശകലനമാണ് ഇന്ത്യയുടെ സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാന്റെ ഭീകരകേന്ദ്രങ്ങളിലാണ് ആദ്യം ഇന്ത്യ ആക്രമണം നടത്തിയത്. എന്നാൽ ഇതിനെതിരെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളും ജനവാസ മേഖലകളും ഒക്കെ ലക്ഷ്യമിട്ടു. ഇതോടെയാണ് കനത്ത ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യം തീരുമാനമെടുത്തത്. തുടർന്നുള്ള ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ വിലയേറിയ യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടു, അതും കൂട്ടത്തോടെ. സൈന്യം നടത്തിയ സാങ്കേതിക അവലോകനത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. പാകിസ്ഥാന് നഷ്ടപ്പെട്ട യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ത്യൻ സൈന്യം തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാന് നഷ്ടപ്പെട്ട 6 യുദ്ധവിമാനങ്ങളിൽ 1 ഇലക്ട്രോണിക് വാർഫെയറിന് ഉപയോഗിക്കുന്നതോ വ്യോമാക്രമണം മുൻകൂട്ടി കണ്ടെത്താൻ ഉപയോഗിക്കുന്നതോ ആയ അവാക്സ് വിമാനമാകാം എന്നാണ് ഇന്ത്യൻ സേനയുടെ കണ്ടെത്തൽ. റഷ്യൻ നിർമ്മിത S-400 സംവിധാനം ഉപയോഗിച്ചാണ് പാകിസ്ഥാന്റെ ഈ യുദ്ധവിമാനങ്ങൾ വ്യാപകമായി ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ ബൊലാരി വ്യോമതാവളത്തിലുണ്ടായിരുന്ന മറ്റൊരു സ്വീഡിഷ് നിർമ്മിത അവാക്സ് വിമാനം ഇന്ത്യ തകർത്തു. ഈ വ്യോമതാവളം ആക്രമിക്കുമ്പോൾ അവിടെ ഹാങ്ങറിൽ മറ്റ് യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഇവയുടെ പൂർണ്ണമായ കണക്കെടുപ്പ് ഇന്ത്യ നടത്തിയിട്ടില്ല. എല്ലാ വിമാനങ്ങൾക്കും സാരമായ നാശനഷ്ടമുണ്ടായി എന്നത് കൃത്യമാണ്. പാക് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുന്നതിന്റെ ഇലക്ട്രോണിക് വിവരങ്ങൾ ഇന്ത്യ ശേഖരിച്ചിരുന്നു. ഇന്ത്യയുടെ റഡാർ സംവിധാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ചുമാണ് നിർണായകമായ ചില കണ്ടെത്തലുകളിൽ ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ക്രൂസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളുമൊക്കെ നമ്മുടെ വ്യോമസേന തകർത്തെറിഞ്ഞു. പ്രതീക്ഷിച്ചതിലും വലിയ നാശമാണ് പാകിസ്ഥാന് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ടുകൾ. അതിലപ്പുറം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പരസ്യമായി ഇക്കാര്യങ്ങൾ സമ്മതിച്ചിരുന്നു. പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീറും ഇക്കാര്യങ്ങൾ ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് മാത്രം ഇതൊക്കെ എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? ട്രംപിന്റെ വിരട്ടിൽ മോദി വിരണ്ടതല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്ക്. അമേരിക്ക ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്ന് മാത്രം പിന്നീട് ട്രംപ് തിരുത്തിയിരുന്നു. പാകിസ്ഥാനും ഇക്കാര്യത്തിൽ വ്യക്തമായ സ്ഥിരീകരണം നൽകി. ഇന്ത്യയോട് തങ്ങൾ നേരിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്ന് പാകിസ്ഥാൻ കൂടി വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും കാര്യങ്ങൾ ബോധ്യപ്പെടാതിരിക്കുന്നത്? ഇന്ത്യയുടെ നഷ്ടങ്ങൾ പെരുപ്പിച്ചു കാട്ടി എന്തിനാണ് പാക് മാധ്യമങ്ങളിലും ചൈനീസ് മാധ്യമങ്ങളിലുമൊക്കെ ഇനിയും ഇന്ത്യ അപമാനം പേറുന്നത്? നമ്മൾ പാകിസ്ഥാനെ നിരത്തി എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ലോകത്തെ. അതിലപ്പുറം നമ്മുടെ സർവകക്ഷി പ്രതിനിധി സംഘം ലോകരാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നയം ഒരിക്കൽ കൂടി ലോകത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയൊരു ഭീകരാക്രമണമുണ്ടായാൽ അത് യുദ്ധമായി പരിഗണിക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട് മുന്നറിയിപ്പും. ഇന്ത്യക്ക് മുന്നിൽ വിരണ്ടുണങ്ങി നിൽക്കുന്ന പാകിസ്ഥാനെയാണ് നമ്മൾ കാണുന്നത്. സിന്ധു ജലം നദി ഇപ്പോൾ പൂർണ്ണമായി വറ്റിക്കിടക്കുന്നു. ഇന്ത്യയുടെ ദയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പാകിസ്ഥാൻ മുന്നിൽ കിടന്ന് പിടയുമ്പോൾ എന്തിനാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അവർക്ക് വീണ്ടും ചോരയും നീരുമൊക്കെ നൽകുന്ന പ്രസ്താവനകൾ തുടർച്ചയായി ഇറക്കുന്നത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.